ഏവർക്കും നമസ്കാരം. പുതുവർഷമായ 2025 ആദ്യ മാസമായ ജനുവരി മാസത്തിൽ 12 രാശിജാതർക്കും അതിലെ 27 നക്ഷത്രജാതർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത്. ഈ മാസത്തിൽ 4 ഗ്രഹങ്ങൾ രാശി മാറുന്നുവെന്ന ഒരു സവിശേഷത ഉണ്ട്. സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നീ പ്രധാനികളായ 4 ഗ്രഹങ്ങളാണ് ഈ മാസം രാശികൾ മാറുന്നത്. അതിൽ ബുധൻ 3 രാശികൾ മാറുന്നു എന്ന മറ്റൊരു സവിശേഷതയും കൂടിയുണ്ട്. വിശകലനങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ജനുവരി മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യൻ ജനുവരി 13 വരെയും ധനുരാശിയിലും തുടർന്ന് 14 തീയതി മുതൽ മകരരാശിയിലും സഞ്ചരിക്കുന്നു. ചൊവ്വ നിലവിൽ കർക്കിടകം രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. ജനുവരി 21 തീയതി ഒരു രാശി പുറകോട്ട്, അതായത് മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നു. ബുധൻ നിലവിൽ വൃശ്ചികം രാശിയിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ജനുവരി 4 തീയതി ബുധൻ ധനുരാശിയിൽ പ്രവേശിക്കുന്നു. തുടർന്ന് 23 തീയതി വരെയും ധനുരാശിയിൽ ബുധൻ സഞ്ചരിക്കുന്നു. 24 തീയതി മകരത്തിലേക്ക് പ്രവേശിക്കുന്നു. അതായത് ഈ മാസം ഭൂരിഭാഗവും ബുധൻ ധനുരാശിയിലാണ് സഞ്ചരിക്കുന്നത്. വ്യാഴം ഇടവത്തിൽ തൻ്റെ വക്രസഞ്ചാരം തുടരുന്നു. ശുക്രൻ നിലവിൽ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ജനുവരി 28 തീയതി തൻ്റെ ഉച്ചരാശിയായ മീനത്തിലേക്ക് പ്രവേശിക്കുന്നു. രാഹുകേതുക്കൾ യഥാക്രമം മീനരാശിയിലും കന്നിരാശിയിലും സഞ്ചരിക്കുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ നവഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആസ്പദമാക്കി മഹാഗണപതിയെയും ഉപാസനാമൂർത്തിയായ ശ്രീ ലളിതാദേവിയെയും സ്മരിച്ചുകൊണ്ട് ജനുവരി മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യമായി മേടക്കൂർ. അശ്വതി, ഭരണി, കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ മേടക്കൂറുകാരുടെ 9, 10 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. ഭാഗ്യഭാവമായ 9 സഞ്ചരിക്കുന്ന സൂര്യൻ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ നൽകും. കാരണം 9 എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന് ഒരു മറവ്, അതുമൂലം കാര്യതടസ്സം, കർമ്മവിഘ്നം, പരാജയം, അലച്ചിലുകൾ എന്നിവയെ സൂര്യൻ ഉണ്ടാക്കാം. എന്നാൽ 2ാം പകുതി സൂര്യൻ ഈ കൂറുകാരുടെ 10ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു. 10ാം ഭാവം കർമ്മത്തെ കുറിക്കുന്നു എന്നതിനാൽ കർമ്മരംഗം, ഔദ്യോഗിക രംഗം എന്നിവ പുഷ്ടിപ്പെടുന്നു. കർമ്മരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുക, തൽഫലമായി മേലധികാരികളുടെ പ്രീതി, അംഗീകാരം, പ്രശംസ എന്നിവയെല്ലാം കൈവരുന്നതാണ്. ബിസിനസ് രംഗത്തും പുരോഗതിയും ലാഭവും വർദ്ധിക്കുന്നതാണ്. അടുത്തതായി ഈ കൂറുകാരുടെ രാശ്യാധിപനായ ചൊവ്വയുടെ നില പരിശോധിക്കാം. ചൊവ്വ ഈ കൂറുകാരുടെ 4ലും തുടർന്ന് വക്രഗതിയിൽ 3ലുമായി ഈ മാസം സഞ്ചരിക്കും. 4ലെ ചൊവ്വ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക. മാതൃക്ലേശം, കുടുംബത്തിൽ സുഖക്കുറവ്, ദുർജന സംസർഗം, രോഗദുരിതങ്ങൾ, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ എന്നിവയെല്ലാം ചൊവ്വ ഉണ്ടാക്കാം. എന്നാൽ ചൊവ്വ ഡിസംബർ 7 തീയതി മുതൽ വക്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഈ സകല പ്രതിസന്ധികൾക്കും ദുരിതങ്ങൾക്കും ശമനം വന്നുചേരുന്നു. കൂടാതെ ജനുവരി 21 മുതൽ ചൊവ്വ ഈ കൂറുകാരുടെ 3ലേക്ക് പ്രവേശിക്കും. തൽഫലമായി ചൊവ്വ ഇവർക്ക് ഏറെ അനുകൂലനായി ഭവിക്കുകയും ചെയ്യും. 3ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ചൊവ്വ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും മറികടക്കുവാനുള്ള ആത്മബലവും ഊർജവും ഈ കൂറുകാർക്ക് നൽകും. ധനലാഭം, ദ്രവ്യലാഭം, ശത്രുനാശം എന്നിവയും ചൊവ്വ 3ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ ആകുന്നു. അടുത്തതായി ബുധൻ ഈ കൂറുകാരുടെ 8, 9, 10 എന്നീ ഭാവങ്ങളിലൂടെ ഈ മാസം സഞ്ചരിക്കും. എന്നാൽ ഭൂരിഭാഗവും 9ാം ഭാവത്തിലൂടെയാകും ബുധൻ സഞ്ചരിക്കുക. ഭാഗ്യഭാവമായ 9ൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഒരു മറവ് വരുത്തും. 9ാം ഭാവത്തിൽ പ്രവേശിക്കുന്ന ബുധൻ അനാരോഗ്യം, രോഗങ്ങൾ, ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാമെന്നതിനാൽ ഈ കൂറുകാർ തങ്ങളുടെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധ പുലർത്തണം. വിദ്യാഭ്യാസം, പഠനം, മത്സര പരീക്ഷകൾ എന്നിവയിലും നല്ല പരിശ്രമം വേണ്ട സമയമാണ് ഇത്. എന്നാൽ ഡിസംബർ അവസാന വാരത്തോടുകൂടി ബുധൻ ഈ കൂറുകാരുടെ 10ാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അത് വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകുന്നു. വ്യാഴം ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്ന 2ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്ന 2ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് സാമ്പത്തികമായ ഭദ്രത, കുടുംബസൗഖ്യം, ക്ഷേമം, വിദ്യാപുരോഗതി, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ഐക്യം, സന്താനഗുണം എന്നിവയെ എല്ലാം നൽകും. ശുക്രൻ ഈ കൂറുകാരുടെ 11ാം ഭാവത്തിലാണ് ഈ മാസം ഏറിയ കൂറും സഞ്ചരിക്കുക. 11ാം ഭാവം അറിയപ്പെടുന്നത് ധനാഗമഭാവം എന്നാണ്. സർവാഭീഷ്ടസ്ഥാനം എന്ന പേരിലും ഈ ഭാവം അറിയപ്പെടുന്നുണ്ട്. ശുക്രൻ സർവാഭീഷ്ടസ്ഥാനമായ
11-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ധനധാന്യ സമൃദ്ധി, സർവകാര്യ വിജയം, സർവാഭീഷ്ടസിദ്ധി എന്നിവയെ നൽകും. ലോട്ടറി, ചിട്ടി തുടങ്ങിയവയിൽ നിന്നെല്ലാം വലിയ തോതിൽ ധനാഗമം ശുക്രൻ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്. കൂടാതെ ബിസിനസ്സിൽ പുരോഗതി, സാമ്പത്തികമായ കുതിപ്പ്, ലാഭം എന്നിവയും ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരും. കൂടാതെ മനസ്സിൽ ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ ഈ സമയത്ത് ലക്ഷ്യം കാണും. മുടങ്ങിക്കിടക്കുന്ന സംരംഭങ്ങൾ ഈ സമയത്ത് വീണ്ടും സജീവം ആകും. അവ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരും. പുതിയ സംരംഭങ്ങൾ, ഭൂമി വാങ്ങൽ, വിൽക്കൽ തുടങ്ങിയ ക്രയവിക്രയങ്ങളും ഈ സമയത്ത് നടക്കുവാനുള്ള സാധ്യത ഏറെയാണ്. സർവോപരി ശാരീരികമായും മാനസികമായും വളരെയേറെ സുഖം ശുക്രൻ 11-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഈ കൂറുകാർക്ക് ശനി സർവാഭീഷ്ട സ്ഥാനമായ 11-ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നതിനാൽ ശനി ഇവർക്ക് നിലവിൽ പ്രീതനും അനുകൂലനുമായ നിലയിൽ സഞ്ചരിക്കുന്നു. 11-ാം ഭാവം വരവിൻ്റെ ഭാവം ആകയാൽ ഇവിടെ ശനി നിലകൊള്ളുമ്പോൾ അത് സാമ്പത്തിക ഭദ്രതയെയും സുരക്ഷയെയും നൽകും. രാഹുകേതുക്കൾ ഈ കൂറുകാരുടെ 12-ലും 6-ലുമായി സഞ്ചരിക്കുന്നു. 12-ൽ സഞ്ചരിക്കുന്ന രാഹു ചിലവുകൾക്കും രോഗദുരിതങ്ങൾക്കും കാരണം ആകാം. എന്നാൽ കേതു ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിൽ അഭീഷ്ടഫലദായകനായി നിന്ന് ശത്രു, രോഗം, കടങ്ങൾ എന്നിവയെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ രാഹു നൽകുന്ന ദോഷഫലങ്ങൾ ഈ കൂറുകാരെ കാര്യമായി അലട്ടില്ല. അപ്പോൾ മേടക്കൂറുകാരുടെ ഫലസംഗ്രഹത്തിലേക്ക് വരാം. ഈ കൂറുകാർക്ക് വ്യാഴം, ശനി, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ പൂർണ്ണമായും അനുകൂലരായി ഏറെ ശുഭകരമായ ഫലങ്ങളെ ഈ മാസം നൽകുന്നു. രാശ്യാധിപനായ ചൊവ്വ ഭാഗികമായി ശുഭകരമായ ഫലങ്ങളെ നൽകുന്നു. സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതി പ്രതികൂലൻ ആണെങ്കിലും പിന്നീട് വളരെയേറെ ശുഭദായകനായി മാറുന്നു. എന്നാൽ ബുധൻ ഈ കൂറുകാർക്ക് പ്രതികൂലനായും ഭവിക്കുന്നു. എങ്കിലും പ്രബലരായ 3-ലധികം ഗ്രഹങ്ങൾ അനുകൂല സ്ഥിതി പ്രാപിക്കുന്നു എന്നതിനാൽ മേടക്കൂറുകാർക്ക് ജനുവരി മാസം ശുഭകരമായ ഒരു മാസമായി ഭവിക്കുമെന്ന് തെളിയുന്നു. രണ്ടാമതായി ഇടവക്കൂർ. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 8, 9 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം പ്രതികൂലനായി ഭവിക്കുന്നു. സൂര്യൻ 8-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും അനാരോഗ്യം, ശാരീരികമായ ക്ലേശങ്ങൾ, രോഗം, ചെലവുകൾ, ദുരിതം, അലച്ചിൽ എന്നിവയെ നൽകും. തുടർന്ന് സൂര്യൻ 9-ലേക്ക് 14-ാം തീയതി പ്രവേശിക്കുമ്പോൾ ഇവർക്ക് ഒരു ആശ്വാസമാകും. 9-ാം ഭാവം സൂര്യൻ്റെ അനിഷ്ടഭാവമാണ് എങ്കിലും 8-ൽ നിൽക്കുന്ന സൂര്യൻ്റെ ദോഷങ്ങളുടെ കാഠിന്യം 9-ലെ സൂര്യൻ നൽകില്ല എന്ന് അറിയുക. ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ ഭാഗ്യത്തിന് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നു. അതായത് നിർഭാഗ്യം, കാര്യവിഘ്നം, പരാജയം എന്നിവയിലേക്ക് നയിക്കാം. അടുത്തതായി ഇടവക്കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ്റെ നില നമുക്ക് പരിശോധിക്കാം. ഈ കൂറുകാരുടെ 10-ാം ഭാവത്തിലാകും ശുക്രൻ ഈ മാസം ഭൂരിഭാഗവും സഞ്ചരിക്കുക. 10-ാം ഭാവം എന്നത് കർമ്മഭാവമെന്ന് അറിയപ്പെടുന്നു. കർമ്മഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് കർമ്മമേഖലയിൽ ദോഷം ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്. പ്രധാനമായും കർമ്മവിഘ്നം, കർമ്മമേഖലയിൽ പ്രതിസന്ധികൾ, അധിക ജോലിഭാരം, ടെൻഷൻ, സഹപ്രവർത്തകരുടെ നിസ്സഹകരണം, മേലധികാരികളുടെ അതൃപ്തി, അപ്രീതി എന്നിവയ്ക്കെല്ലാം സാധ്യത ഈ സമയത്ത് ഉണ്ടാകാം. ചൊവ്വ ഈ കൂറുകാരുടെ 3, 2 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. 3-ാം ഭാവം എന്നത് പരാക്രമം, ക്രിയാത്മകത, ധൈര്യം എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു. അതിനാൽ നല്ല മനോബലം, ഊർജം, ആത്മവിശ്വാസം എന്നിവ ഇക്കാലയളവിൽ ഇവർക്ക് ഉണ്ടാകും. ധനലാഭം, ദ്രവ്യലാഭം, ശത്രുനാശം എന്നിവയും ചൊവ്വ 3-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് നൽകും. കൂടാതെ സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ എന്നിവരുമായി നല്ല ബന്ധവും കുജൻ 3-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ പുലർത്തും. എന്നാൽ തുടർന്ന് ജനുവരി 21-ാം തീയതി മുതൽ 2-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ചൊവ്വ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകും. ധനനഷ്ടം, അപ്രതീക്ഷിതമായ ചെലവുകൾ, അതുമൂലം പെട്ടെന്ന് ഉടലെടുക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധികൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ 2-ൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ സൃഷ്ടിക്കാം. ബുധൻ ഈ കൂറുകാരുടെ 7, 8, 9 എന്നീ 3 ഭാവങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നു. എങ്കിലും 8-ലൂടെയാകും ജനുവരി മാസത്തിൽ ബുധൻ അധികവും സഞ്ചരിക്കുക. 8-ാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവമാകയാൽ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ശുഭകരമായി ഭവിക്കുന്നു. 8-ൽ സഞ്ചരിക്കുന്ന ബുധൻ ആരോഗ്യപുഷ്ടി, ശാരീരികമായ സൗഖ്യം, സാമ്പത്തികമായ അഭിവൃദ്ധി, കാര്യജയം, പുത്ര കളത്രാദി സുഖം, മനസ്സുഖം, സന്തോഷം, കുടുംബത്തിൽ ഐക്യം എന്നിവയെ നൽകും. വ്യാഴം ഇവരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്നു.
ജന്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം പൊതുവെ ശാരീരിക മാനസികമായ ക്ലേശങ്ങളെയും വൈഷമ്യങ്ങളെയും നൽകും. എങ്കിലും വ്യാഴം നിലവിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് വ്യാഴദോഷങ്ങളിൽ ഏറെ കുറവ് അനുഭവപ്പെടുന്നതാണ്. ശനി ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്ന 10ലാണ് സഞ്ചരിക്കുന്നത്. 10ാം ഭാവം എന്നത് കർമ്മരംഗം, ഔദ്യോഗിക മേഖല എന്നിവയെ കുറിക്കുന്നതിനാൽ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ശനി കർമ്മമേഖലയിൽ അസ്വാരസ്യങ്ങൾ, പ്രതിസന്ധികൾ, മനസ്സിന് സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം. രാഹു ഈ കൂറുകാരുടെ സർവാഭീഷ്ടസ്ഥാനമായ 11ൽ സഞ്ചരിക്കുന്നത് ധനലാഭം, സാമ്പത്തികമായ പുരോഗതി എന്നിവയെ നൽകും. എന്നാൽ കേതു സന്താനഭാവമെന്നറിയപ്പെടുന്ന 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സന്താനങ്ങളുടെ ആരോഗ്യം, പഠനം, ഏകാഗ്രത എന്നിവയെ പ്രതികൂലമായി ബാധിക്കാം. അപ്പോൾ ഇടവക്കൂറുകാരുടെ ഫലസംഗ്രഹത്തിലേക്ക് പ്രവേശിക്കാം. സൂര്യൻ, ശുക്രൻ, ശനി എന്നിവർ പൂർണ്ണമായും അനിഷ്ടരായി ഈ മാസം സഞ്ചരിക്കുന്നു. രാശ്യാധിപനായ ശുക്രൻ 10ലൂടെ സഞ്ചരിക്കുന്നത് ഇവർക്ക് ദോഷത്തെ കൂട്ടുകയും ചെയ്യും. ബുധൻ ശുഭദായകനായി ഈ മാസം സഞ്ചരിക്കുന്നു. ചൊവ്വ ഭാഗികമായി ഗുണദോഷഫലങ്ങളെ സമ്മിശ്രമായി നൽകുകയും ചെയ്യുന്നു. എങ്കിലും അധികം ഗ്രഹങ്ങളും അനിഷ്ടസ്ഥിതി പ്രാപിക്കുന്നു എന്നതിനാൽ ഇടവക്കൂറുകാർക്ക് ഈ മാസം പൊതുവെ പ്രതികൂലമായ ഫലങ്ങൾ അധികരിച്ച് ഇരിക്കുവാൻ സാധ്യത ഉണ്ട്. സൂര്യൻ 8ാം ഭാവത്തിൽ സഞ്ചരിക്കയാൽ മാസത്തിൻ്റെ ആദ്യ പകുതി ആരോഗ്യകാര്യങ്ങളിൽ നല്ല ഒരു ശ്രദ്ധ പുലർത്തുകയും വേണം. മൂന്നാമതായി മിഥുനക്കൂർ. മകയിരം 2ാം പകുതി, തിരുവാതിര, പുണർദം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 7, 8 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക. 7ാം ഭാവം എന്നത് കളത്രഭാവമെന്ന് അറിയപ്പെടുന്നു. പ്രണയം, വിവാഹം, ദാമ്പത്യ ജീവിതം എന്നിവയെ എല്ലാം കുറിക്കുന്നത് ഈ ഭാവം കൊണ്ട് തന്നെയാകുന്നു. സൂര്യൻ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ, കുടുംബത്തിൽ ഒരു സുഖക്കുറവ്, ജീവിത പങ്കാളിക്ക് ശാരീരികമായ ക്ലേശങ്ങൾ, രോഗങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം. കൂടാതെ യാത്രാക്ലേശങ്ങളും രോഗദുരിതങ്ങളും ഈ സമയത്ത് ഉണ്ടാകാം. തുടർന്ന് ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന 8ാം ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രധാനമായും അനാരോഗ്യം, ശാരീരികമായ ക്ലേശങ്ങൾ, രോഗം, ചെലവുകൾ, ദുരിതം, അലച്ചിൽ എന്നിവയെയും സൃഷ്ടിക്കാം. ഈ കൂറുകാരുടെ രാശ്യാധിപനായ ബുധൻ ഈ മാസം ഈ കൂറുകാരുടെ 7ാം ഭാവത്തിലൂടെ ആദ്യ 3 വാരവും 8ലൂടെ അവസാന വാരവും സഞ്ചരിക്കുന്നു. കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന 7ാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. മാനസികമായ സംഘർഷങ്ങൾ, ക്ലേശങ്ങൾ എന്നിവ മൂലം കുടുംബത്തിലും ദാമ്പത്യ ബന്ധങ്ങളിലും അസ്വാരസ്യങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ, വാക്തർക്കങ്ങൾ എന്നിവ ഉണ്ടാകാം. ജീവിത പങ്കാളിക്ക് രോഗം, മനോവിഷമങ്ങൾ എന്നിവയും നേരിടാം. എന്നാൽ തുടർന്ന് ഈ കൂറുകാരുടെ 8ലേക്ക് പ്രവേശിക്കുന്ന ബുധൻ ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ ഏറെ നൽകുന്നു. തൽഫലമായി ശാരീരികവും മാനസികവുമായ സൗഖ്യം, ആരോഗ്യപുഷ്ടി, സന്തോഷം എന്നിവയെ നൽകുന്നു. ചൊവ്വ ഈ കൂറുകാരുടെ 2ാം ഭാവത്തിലും ജന്മത്തിലുമായി സഞ്ചരിക്കുന്നു. ഈ 2 ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ ചൊവ്വ ഈ കൂറുകാർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങളെ നൽകില്ല. എങ്കിലും നീചരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ദോഷങ്ങൾ നൽകില്ല എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ജനുവരി 21 വരെയും ചൊവ്വ അധികമായി ദോഷങ്ങൾ നൽകില്ല. എന്നാൽ തുടർന്ന് ഈ കൂറുകാരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. ചൊവ്വ ഈ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ, മാനസികമായ സ്വാരസ്യങ്ങൾ, രോഗാരിഷ്ടതകൾ, കാര്യതടസ്സം എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. കൂടാതെ ഈ സമയത്ത് ശത്രുക്കളും വർദ്ധിക്കാം. വ്യാഴം ഈ കൂറുകാരുടെ 12ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 12 എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവം ആണ്. 12ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായ ധനച്ചെലവുകളെ ഉണ്ടാക്കാം. കൂടാതെ ലക്ഷ്യപ്രാപ്തി നേടാൻ കഴിയാത്ത ദൂരയാത്രകൾ, അലച്ചിൽ, ദുരിതങ്ങൾ എന്നിവയും വന്നു ഭവിക്കാം. എന്നാൽ നിലവിൽ വ്യാഴം വക്രസഞ്ചാരത്തിൽ ആയതിനാൽ ഈ ദുരിതങ്ങൾ ഈ കൂറുകാരെ അത്ര കണ്ട് അലട്ടില്ല. ശുക്രൻ ഈ കൂറുകാരുടെ 9ാം ഭാവത്തിലൂടെയാകും ഈ മാസം ഒട്ടുമിക്ക ഭാഗവും സഞ്ചരിക്കുക. 9ാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, പിതൃപുണ്യം എന്നിവയും 9ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു. ശുക്രൻ ഭാഗ്യഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും. സാമ്പത്തികമായ അഭിവൃദ്ധി, ധനാഗമം എന്നിവയും 9ൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ നൽകുന്നതാണ്. ഈശ്വരകടാക്ഷത്തിൻ്റെ നിറവും പിന്തുണയും ഈ കൂറുകാർക്ക് ഈ മാസം ഉണ്ടാകും. ഈ കൂറുകാരുടെ ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ഇവരുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായി ഫലങ്ങളെ നൽകും. പിതൃപ്രീതിയും ഈശ്വരപ്രീതിയും ധർമ്മചിന്തകളും പുലർത്തിയാൽ ശനി അനുകൂലമായ ഫലങ്ങളെ നൽകും. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ശാസ്താപ്രീതിയും ശനിപ്രീതിയും മുടങ്ങാതെ നടത്തുന്നത് ഏറെ അഭികാമ്യമാകുന്നുവെന്ന് അറിയുക.
രാഹുകേതുക്കൾ യഥാക്രമം ഈ കൂറുകാരുടെ കർമ്മഭാവമായ 10-ലും മാതൃഭാവമായ 4-ലും സഞ്ചരിക്കുന്നുവെന്നത് ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. അത് തൊഴിൽ രംഗത്തും മാതാവിൻ്റെ ആരോഗ്യത്തിലും കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ മിഥുനക്കൂറുകാരുടെ ഫലസംഗ്രഹത്തിലേക്ക് കടക്കാം. സൂര്യൻ, ചൊവ്വ, വ്യാഴം എന്നീ പ്രബലരായ ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലർ അല്ല. രാശിയാധിപനായ ബുധനും മാസത്തിൻ്റെ ഭൂരിഭാഗവും അനിഷ്ടഭാവമായ 7-ൽ സഞ്ചരിക്കുന്നു. ശനിയും ശുക്രനും ഈ കൂറുകാർക്ക് അനുകൂലരായി ഭവിക്കുന്നു. അതിനാൽ ഈ കൂറുകാർക്ക് ജനുവരി മാസം ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായിരിക്കും എങ്കിലും ദോഷങ്ങൾക്ക് അല്പം ആധിക്യം ഉണ്ടാകുമെന്ന് ഇതിനാൽ തെളിയുന്നു. 4-മതായി കർക്കിടകക്കൂർ. പുണർദം, കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 6, 7 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. 6 എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആകുന്നു. ശത്രുസ്ഥാനം, രോഗസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് വളരെയധികം ഗുണാനുഭവങ്ങളെ ഈ കൂറുകാർക്ക് നൽകും. ഊർജം, ഉന്മേഷം, ആത്മവിശ്വാസം, ഏത് പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും ശത്രുക്കളെയും ചെറുത്തു തോൽപ്പിക്കുവാനുള്ള ആത്മബലം, ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം എന്നിവയെല്ലാം 6-ൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ നൽകും. സൂര്യൻ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് പൊതുവെ അനുകൂലം അല്ല. അത് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ, കുടുംബത്തിലൊരു സുഖക്കുറവ്, ജീവിത പങ്കാളിക്ക് ശാരീരികമായ ക്ലേശങ്ങൾ, അസുഖങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം. നിലവിൽ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക. എന്നാൽ നീചരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ചൊവ്വ അത്ര കണ്ട് ദോഷങ്ങളെ നൽകുകയും ഇല്ല. എന്നാൽ ഡിസംബർ 21-ാം തീയതി ചൊവ്വ ഒരു രാശി പുറകോട്ട് മാറി മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നു. 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ കഷ്ടനഷ്ടങ്ങൾ, ധനച്ചിലവുകൾ, അലച്ചിലുകൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. ബുധൻ ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിലാണ് ഈ മാസം അധികവും സഞ്ചരിക്കുക. ഇഷ്ടഭാവമായ 6-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ ബുധൻ ശത്രുനാശം, രോഗമുക്തി, കടങ്ങളിൽ നിന്നും മോചനം, സാമ്പത്തികമായ അഭിവൃദ്ധി, ശാരീരിക മാനസിക സുഖങ്ങൾ, ഊർജ്ജസ്വലത എന്നിവയെ നൽകും. എന്നാൽ അവസാന വാരത്തോടുകൂടി കളത്രഭാവമെന്നറിയപ്പെടുന്ന 7-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബുധൻ പ്രതികൂലനായി മാറുകയും ചെയ്യും. പ്രധാനമായും ദാമ്പത്യ ജീവിതത്തിൽ ചില സ്വാരസ്യങ്ങൾ, അകൽച്ച എന്നിവയ്ക്കും പങ്കാളിത്ത സംരംഭങ്ങൾ, ബിസിനസ്സുകൾ എന്നിവയിൽ നഷ്ടം, അഭിപ്രായ ഭിന്നതകൾ എന്നിവയ്ക്കും സാധ്യത ഉണ്ടാകാം. വ്യാഴം ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന സർവാഭീഷ്ടസ്ഥാനം എന്നറിയപ്പെടുന്ന 11-ാം ഭാവത്തിലാണ് നിലവിൽ നിൽക്കുന്നത്. അത് ഈശ്വരകടാക്ഷം, ധനാഭിവൃദ്ധി, സമ്പൽ സമൃദ്ധി, ഭൂമിലാഭം, ബിസിനസ്സിലേറെ പുരോഗതി, ഔദ്യോഗിക രംഗത്ത് പ്രശസ്തി, അംഗീകാരം, കുടുംബരംഗത്ത് ഏറെ സൗഖ്യം, അഭീഷ്ടസിദ്ധി എന്നിവയെ എല്ലാം നൽകും. തൽഫലമായി ശത്രുവിജയം, കാര്യവിജയം, ലക്ഷ്യപ്രാപ്തി, അടങ്ങാത്ത പോരാട്ടവീര്യം, അചഞ്ചലമായ മനസ്സ് എന്നിവയും ഇവർക്ക് ഇക്കാലത്ത് ഉണ്ടാകും. ശുക്രൻ ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിലാണ് ഈ മാസം 27-ാം തീയതി വരെയും സഞ്ചരിക്കുക. തുടർന്ന് 9-ലേക്ക് പ്രവേശിക്കും. ആയുർഭാവം എന്നറിയപ്പെടുന്ന 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകും. പ്രധാനമായും ശാരീരിക സൗഖ്യം, മാനസികമായ സന്തോഷം, കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം, സാമ്പത്തികമായ പുരോഗതി, ധനലാഭം എന്നിവയെ എല്ലാം 8-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ശുക്രൻ നൽകുന്ന ഗുണഫലങ്ങൾ ആകുന്നു. ശനി ഇവരുടെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. രാഹുകേതുക്കൾ ഈ കൂറുകാരുടെ 9-ാം ഭാവത്തിലും 3-ലുമായി സഞ്ചരിക്കുന്നു. രാഹു 9-ൽ സഞ്ചരിക്കുന്നത് ഭാഗ്യത്തിന് മറവ് വരുത്തും. എന്നാൽ 3-ൽ സഞ്ചരിക്കുന്ന കേതു ശത്രുനാശം, പോരാട്ടവീര്യം എന്നിവയെ നൽകുകയും ചെയ്യും. അപ്പോൾ കർക്കിടക കൂറുകാരുടെ ഫലസംഗ്രഹത്തിലേക്ക് പ്രവേശിക്കാം. ഈ കൂറുകാർക്ക് ബുധൻ, വ്യാഴം, ശുക്രൻ എന്നീ 3 ഗ്രഹങ്ങൾ പൂർണ്ണമായും ഇഷ്ടഭാവങ്ങളിൽ നിന്നുകൊണ്ട് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു. സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതി നല്ല ആത്മവിശ്വാസം, ഊർജ്ജസ്വലത എന്നിവയും നൽകുന്നു. ചൊവ്വ പ്രതികൂലൻ ആകയാൽ അധിക ചെലവുകളെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു എന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിലും നല്ല ശ്രദ്ധ പുലർത്തണം. എങ്കിലും 3 പ്രധാന ഗ്രഹങ്ങളുടെ അനുകൂലാവസ്ഥ കണക്കിലെടുക്കുന്നതിനാൽ ഈ കൂറുകാർക്ക് ഈ മാസം പൊതുവെ ഗുണാധിക്യമുള്ള ഒരു മാസമായി മാറുന്നതാണ്. 5-മതായി ചിങ്ങക്കൂർ. മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 5, 6 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. 5 എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആണെങ്കിൽ 6 എന്നത് ഇഷ്ടഭാവം ആകുന്നു. അതിനാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാണ് നൽകുക.
സന്താനങ്ങൾ, വിദ്യാഭ്യാസം, ബുദ്ധിശക്തി, ഓർമ്മശക്തി എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. പ്രധാനമായും സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ തടസ്സങ്ങൾ, സന്താനങ്ങൾക്ക് ശാരീരികമായ മാനസികവുമായ ക്ലേശങ്ങൾ, പഠനത്തിലൊരു അലസത എന്നിവയെല്ലാം വന്ന് ഭവിക്കാം. കൂടാതെ ശത്രുപീഡയും സൂര്യൻ 5-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ജനുവരി 14-ാം തീയതി മുതൽ സൂര്യൻ ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ സൂര്യൻ നൽകുന്നു. ശത്രുനാശം, രോഗങ്ങളിൽ നിന്നും മുക്തി, ശാരീരിക മാനസിക സൗഖ്യങ്ങൾ, ഊർജ്ജസ്വലത, ആത്മബലം, നേതൃപാടവം, ജനസമ്മിതി എന്നിവയെല്ലാം ഇവർക്ക് സൂര്യൻ നൽകുന്നതാണ്. നിലവിൽ ചിങ്ങക്കൂറുകാരുടെ 12-ാം ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. 12-ാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവമെന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ദുരിതങ്ങൾ, അലച്ചിലുകൾ, ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു. പ്രധാനമായും ധനപരമായ പ്രതിസന്ധികൾ വന്നു ചേരാം. ധനനഷ്ടം, അപ്രതീക്ഷിതമായ ചെലവുകൾ, രോഗം മൂലമുള്ള ആശുപത്രി ചെലവുകൾ എന്നിവയെല്ലാം വന്ന് ഭവിക്കാം. എന്നാൽ നിലവിൽ നീചരാശിയിൽ വക്രഗതിയിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ ഈ ദോഷങ്ങൾ എല്ലാം നന്നേ കുറയും. കൂടാതെ ജനുവരി 21-ാം തീയതി മുതൽ സർവാഭീഷ്ടസ്ഥാനമായ 11-ാം ഭാവത്തിലേക്ക് ചൊവ്വ പ്രവേശിക്കുന്നു എന്നത് ഇവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി, ധനാഗമം, ഉന്നതി, സർവകാര്യവിജയം എന്നിവയെ എല്ലാം നൽകും. ബുധൻ ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിലാണ് ഈ മാസം അധികവും സഞ്ചരിക്കുക. ജനുവരി 3-ാം തീയതി വരെയും കുടുംബസൗഖ്യം, ക്ഷേമം, ശാരീരിക മാനസിക സൗഖ്യങ്ങൾ എന്നിവ നൽകുന്ന ബുധൻ 4-ാം തീയതി ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നു. തുടർന്ന് 23-ാം തീയതി വരെയും 5-ൽ സഞ്ചരിക്കുന്നു. സന്താനഭാവമെന്നും ബുദ്ധിഭാവമെന്നും അറിയപ്പെടുന്ന 5-ൽ ബുധൻ പ്രതികൂലമായ ഫലങ്ങളെ, അതായത് സന്താനക്ലേശം, സന്താനങ്ങൾക്ക് ശാരീരിക മാനസിക പ്രയാസങ്ങൾ, വിദ്യാതടസ്സം, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പം, പരാജയം എന്നിവയെ എല്ലാം വരുത്താം. എന്നാൽ 24-ാം തീയതി മുതൽ ഈ കൂറുകാരുടെ 6-ലേക്ക് ബുധൻ പ്രവേശിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറെ ഗുണങ്ങളെയും നൽകുന്നതാണ്. വ്യാഴം നിലവിൽ ചിങ്ങക്കൂറുകാരുടെ 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. കർമ്മഭാവമായ 10-ൽ വ്യാഴം സഞ്ചരിക്കുന്നത് കർമ്മരംഗത്ത് പ്രതിസന്ധികൾ, വീഴ്ചകൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. എന്നാൽ നിലവിൽ വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് വ്യാഴം നൽകുന്ന പ്രതികൂലമായ ഫലങ്ങൾ ഒട്ടൊക്കെ നീങ്ങുന്നതാണ്. ശുക്രൻ ഈ കൂറുകാരുടെ 7-ാം ഭാവത്തിൽ കൂടിയാണ് ഈ മാസം 27-ാം തീയതി വരെയും സഞ്ചരിക്കുക. കളത്രഭാവം എന്നറിയപ്പെടുന്ന 7-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രതികൂലമായ ഫലങ്ങളെ നൽകും. ദാമ്പത്യ ബന്ധങ്ങളിൽ ചില സ്വാരസ്യങ്ങൾ, ഈഗോ, കലഹം, കൂടാതെ ജീവിത പങ്കാളിക്ക് രോഗം, മനപ്രയാസം എന്നിവയെല്ലാം ശുക്രൻ സൃഷ്ടിച്ചേക്കാം. കൂടാതെ 7-ാം ഭാവം എന്നത് കൂട്ടായ സംരംഭങ്ങൾ, പങ്കാളിത്ത ബിസിനസ് എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ആ മേഖലകളിലും ബന്ധം വഷളാകാനും അതേ തുടർന്ന് കലഹങ്ങളും നഷ്ടങ്ങളും മറ്റും വരുവാൻ സാധ്യത ഏറെയാണ്. ശനി ഈ കൂറുകാർക്ക് 7-ാം ഭാവത്തിലൂടെ സഞ്ചരിച്ച് കണ്ടകശനി ദോഷങ്ങൾ നൽകുന്നു എന്നതിനാൽ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ നല്ല സംയമനം, ശ്രദ്ധ, ആത്മാർത്ഥത എന്നിവ പാലിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ജീവിത പങ്കാളിക്ക് രോഗങ്ങൾ വന്നു ഭവിക്കുവാനും സാധ്യത ഏറെയാണ്. രാഹുകേതുക്കൾ ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിലും 2-ാം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നു. ഈ 8-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന രാഹുവും 2-ലൂടെ സഞ്ചരിക്കുന്ന കേതുവും ശാരീരിക വൈഷമ്യങ്ങളും മനോവിഷമങ്ങളും എല്ലാം ഉണ്ടാക്കാം. അപ്പോൾ ചിങ്ങക്കൂറുകാരുടെ ഫലസംഗ്രഹത്തിലേക്ക് പ്രവേശിക്കാം. പ്രധാനികളായ ഗുരു, ശനി, ശുക്രൻ എന്നീ 3 ഗ്രഹങ്ങളും അനിഷ്ടരായാണ് ഈ മാസം സഞ്ചരിക്കുന്നത്. മാത്രമല്ല അതിൽ 2 ഗ്രഹങ്ങളും കളത്രഭാവമായ 7-ാം ഭാവത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നു. കൂടാതെ സന്താനഭാവത്തെ ബുധനും പ്രതികൂലമായി ബാധിക്കുന്നു. എന്നാൽ സൂര്യനും ചൊവ്വയും മാസത്തിൻ്റെ 2-ാം പകുതി ഈ കൂറുകാർക്ക് ഏറെ അനുകൂലനായും ഭവിക്കുന്നു. അത് ഇവർക്ക് ഏറെ ആശ്വാസം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി പൊതുവെ ദോഷങ്ങളും പ്രതിസന്ധികളും ഏറെ അധികരിച്ചിരിക്കും. എന്നാൽ 14-ാം തീയതിയോടുകൂടി ഇവർക്ക് കാര്യങ്ങൾ അനുകൂലമായി തുടങ്ങുകയും ചെയ്യും. 6-ാമതായി കന്നിക്കൂർ. ഉത്തരമുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 4, 5 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാകും സൂര്യൻ ഈ മാസം ഈ കൂറുകാർക്ക് നൽകുക. 4-ാം ഭാവം എന്നത് കുടുംബത്തെ കുറിക്കുന്ന ഭാവമാകയാൽ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ഒരു സുഖക്കുറവ്, മനസ്സമാധാനക്കുറവ്, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ, മാനഹാനി എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. തുടർന്ന് സന്താനഭാവമായ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ക്ലേശങ്ങൾ, വിദ്യാതടസ്സം, ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുശല്യം എന്നിവയെ സൃഷ്ടിക്കാം. സാമ്പത്തികമായും ചില പ്രതിസന്ധികൾ അനുഭവിക്കുവാൻ സാധ്യത ഉണ്ട്.
അടുത്തതായി ഈ കൂറുകാരുടെ രാശ്യാധിപനായ ബുധൻ ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിലൂടെയാകും ഈ മാസം അധികവും സഞ്ചരിക്കുക. കുടുംബത്തെ കുറിക്കുന്ന 4-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഏറെ അനുകൂലമായ ഫലങ്ങളെ ഈ കൂറുകാർക്ക് ഈ മാസത്തിൻ്റെ ഭൂരിഭാഗവും നൽകും. കുടുംബത്തിൽ ക്ഷേമം, സൗഖ്യം, മാതാവിന് സൗഖ്യം, കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര ധാരണ, ഐക്യം എന്നിവ ദൃഢമാകും. കൂടാതെ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഭൂമി, വാഹനം, ഗൃഹം എന്നിവ വാങ്ങുവാനുള്ള യോഗങ്ങളും നൽകാറുണ്ട്. ചൊവ്വ ഈ കൂറുകാരുടെ 11-ൽ ഏറെ അനുകൂലനായി സഞ്ചരിക്കുന്നു. ജനുവരി 21 മുതൽ ഈ കൂറുകാരുടെ 10-ാം ഭാവത്തിലും ചൊവ്വ സഞ്ചരിക്കും. ഈ 2 ഭാവങ്ങളും ചൊവ്വയുടെ ഇഷ്ടഭാവങ്ങൾ ആയതിനാൽ ചൊവ്വ ഈ കൂറുകാർക്ക് പൂർണ്ണമായും ശുഭകരമായ ഫലങ്ങളെ ഈ മാസം മുഴുവനും പ്രദാനം ചെയ്യും. സർവാഭീഷ്ടസ്ഥാനം എന്നറിയപ്പെടുന്ന 11-ൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ അഭിവൃദ്ധി, ധനാഗമം, ബിസിനസ്സിൽ പുരോഗതി എന്നിവയെ എല്ലാം നൽകും. കൂടാതെ ഇവർ ഈ സമയത്ത് ആരംഭിക്കുന്ന സംരംഭങ്ങൾ, കർമ്മങ്ങൾ, പ്രവർത്തികൾ എന്നിവ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. ഭൂമി, വാഹനം തുടങ്ങിയവ ക്രയവിക്രയം നടത്തുകയും അതിൽ നിന്നും ധനാഗമവും ഈ സമയത്ത് ഉണ്ടാകും. തുടർന്ന് കർമ്മഭാവമായ 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ കർമ്മരംഗത്ത് ശോഭനമായ ഫലങ്ങളെ നൽകും. കർമ്മപുഷ്ടി, കർമ്മരംഗത്ത് മികച്ച പ്രവർത്തനം, തൽഫലമായി മേലധികാരികളുടെ പ്രീതി, പ്രശംസ, അംഗീകാരം എന്നിവയെല്ലാം ലഭിക്കും. ശത്രുക്കൾ നിഷ്പ്രഭർ ആകും. സഹപ്രവർത്തകർ വളരെയധികം സഹകരണം നൽകും. ആയതിനാൽ മനസ്സുഖം, ശാരീരികമായ സുഖം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. വ്യാഴം ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഭാഗ്യഭാവമായ 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 9-ാം ഭാവം ഭാഗ്യം, ഈശ്വരകടാക്ഷം, പിതൃപുണ്യം, ഗുരുകടാക്ഷം എന്നിവയെ എല്ലാം കുറിക്കുന്നു. ആയതിനാൽ ഭാഗ്യവർദ്ധനവ്, ഈശ്വരകടാക്ഷം, പിതൃപുണ്യം എന്നിവയെല്ലാം ഈ കൂറുകാർക്ക് ഈ മാസം അനുഭവപ്പെടും. കാര്യവിജയം, ശാരീരിക മാനസിക സൗഖ്യങ്ങൾ എന്നിവയും വ്യാഴം ഭാഗ്യഭാവമായ 9-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരുന്നതാണ്. ശുക്രൻ ഈ മാസത്തിലെ ഏറിയ കൂറും ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിലൂടെയാകും സഞ്ചരിക്കുക. ശത്രുക്കൾ, കടങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ 6-ാം ഭാവം ശുക്രൻ്റെ അനിഷ്ടഭാവം ആകുന്നു. 6-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ ശത്രുദോഷം, കടങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനനാശം, ശാരീരികമായ ക്ലേശങ്ങൾ, മനസ്സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം. എന്നാൽ ഗ്രഹങ്ങളിൽ പ്രബലനായ ശനി ഈ കൂറുകാർക്ക് ഏറെ അനുകൂലനായി 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. രോഗം, ശത്രുക്കൾ, കടങ്ങൾ, അലച്ചിൽ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നതിനാൽ ഈ 6-ാം ഭാവം അറിയപ്പെടുന്നത് അനിഷ്ടഭാവം എന്നാണ്. എന്നാൽ ഈ അനിഷ്ടഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ ഈ എല്ലാ അനിഷ്ടതകളെയും രോഗാരിഷ്ടതകളെയും ശനി നിശേഷം തുടച്ചു നീക്കുന്നു. തൽഫലമായി രോഗശാന്തി, ശത്രുനാശം, കടങ്ങളിൽ നിന്നും മുക്തി, സാമ്പത്തികമായ അഭിവൃദ്ധി, കാര്യവിജയം, ഉണർവ്, ഓജസ് എന്നിവയെ എല്ലാം ശനി നൽകുന്നു. രാഹുകേതുക്കൾ ഈ കൂറുകാരുടെ ജന്മത്തിലും 7-ാം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നു. അപ്പോൾ കന്നിക്കൂറുകാരുടെ ഫലസംഗ്രഹത്തിലേക്ക് പ്രവേശിക്കാം. ചൊവ്വ, വ്യാഴം, ശനി എന്നീ പ്രബലരായ ഗ്രഹങ്ങൾ ഈ കൂറുകാർക്ക് ഏറ്റവും ഇഷ്ടരായി നിന്നുകൊണ്ട് ഗുണങ്ങളെ പ്രദാനം ചെയ്യുന്നു. രാശ്യാധിപനായ ബുധൻ കുടുംബത്തിൽ ഏറെ ക്ഷേമവും സൗഖ്യവും നൽകുന്നു. എന്നാൽ സൂര്യനും ശുക്രനും പ്രതികൂലരായും ഭവിക്കുന്നു. എങ്കിലും ശുക്രൻ 6-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് നൽകുന്ന അനിഷ്ടഫലങ്ങളെ 6-ൽ അനുകൂലനായി നിന്നുകൊണ്ട് ശനി പ്രതിരോധിക്കുന്നു. 4-ാം ഭാവത്തിൽ സൂര്യൻ നൽകുന്ന ദോഷത്തെ 4-ൽ നിൽക്കുന്ന രാശ്യാധിപനായ ബുധൻ തടുക്കുന്നു. പ്രധാന ഗ്രഹങ്ങൾ എല്ലാം ശുഭകരമായി അനുകൂല ഭാവങ്ങളിൽ നിലകൊള്ളുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഈ മാസം വളരെ ശോഭനമായി ഭവിക്കുന്നുവെന്ന് തെളിയുന്നു. 7-ാമതായി തുലാക്കൂർ. ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 3, 4 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. 3 എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവമാണെങ്കിൽ 4 എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകുന്നു. ജനുവരി 13 വരെയും 3-ാം ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ സൂര്യൻ വളരെയേറെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും ഈ കൂറുകാർക്ക് നൽകും. ഉന്മേഷം, ഓജസ്, ശത്രുനാശം, കാര്യവിജയം, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം, നായകത്വം, അംഗീകാരം, സ്ഥാനലാഭം, ധനലാഭം എന്നിവയെ എല്ലാം സൂര്യൻ നൽകുന്നതാണ്. എന്നാൽ തുടർന്ന് സൂര്യൻ 4-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ ഇവർക്ക് നൽകും. 4-ാം ഭാവം എന്നത് മാതാവ്, കുടുംബം, കുടുംബബന്ധം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു. കാര്യവിഘ്നം, കാര്യപരാജയം, കുടുംബത്തിലെ സുഖക്കുറവ്, ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ എന്നിവയെല്ലാം സൂര്യൻ തൻ്റെ അനിഷ്ടഭാവമായ 4-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന അനിഷ്ടമായ ഫലങ്ങൾ ആകുന്നു. അടുത്തതായി ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ്റെ സഞ്ചാരം പരിശോധിക്കാം. ശുക്രൻ ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിലൂടെയാകും ഈ മാസം 27-ാം തീയതി വരെയും സഞ്ചരിക്കുക. തുടർന്ന് 6-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും.
ശുക്രൻ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി, ബിസിനസ്സിൽ വളർച്ച, ലാഭം എന്നിവയെ എല്ലാം നൽകും. പ്രധാനമായും സന്താനക്ഷേമം, സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി, ആരോഗ്യം, കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം, നേട്ടം, അംഗീകാരം എന്നീ ഗുണാനുഭവങ്ങളെയും ശുക്രൻ 5-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നൽകുന്ന നേട്ടങ്ങളാകുന്നു. ചൊവ്വ ഈ കൂറുകാരുടെ 10, 9 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. നിലവിൽ 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു. ഔദ്യോഗിക മേഖല, ബിസിനസ് എന്നിവയെ ഈ ഭാവം കൊണ്ടാണ് കുറിക്കുന്നത്. അതായത് കർമ്മരംഗത്ത് അംഗീകാരം, സഹപ്രവർത്തകരുടെ സഹകരണം, മേലധികാരികളുടെ പ്രീതി, ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിലവസരങ്ങൾ എന്നിവ ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. കർമ്മരംഗത്തെ പ്രതിസന്ധികൾ എല്ലാം ഒഴിഞ്ഞ് പോകുന്നതുമാണ്. എന്നാൽ ജനുവരി 21 മുതൽ ഈ കൂറുകാരുടെ ഭാഗ്യഭാവമായ 9ലേക്ക് പ്രവേശിക്കുന്ന ചൊവ്വ അനുകൂലമായ ഫലങ്ങളെ നൽകില്ല. ചൊവ്വ 9ൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം. കൂടാതെ ഈശ്വരകടാക്ഷവും ഈ സമയത്ത് കുറയുവാൻ ഇടയാകും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കർമ്മവിഘ്നം, കാര്യതടസ്സം, പരാജയം എന്നിവ അപ്രതീക്ഷിതമായി വന്ന് ഭവിക്കാം. ബുധൻ ഈ കൂറുകാരുടെ 3, 4 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. 3-ാം ഭാവം എന്നത് സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ധൈര്യം, ഉത്സാഹം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു. ജനുവരി 4-ാം തീയതി മുതൽ 3-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി അസ്വാരസ്യങ്ങൾ, തർക്കം, ശത്രുഭയം എന്നിവയെ എല്ലാം ഉണ്ടാക്കും. മാനസികമായ സംഘർഷങ്ങൾ, ശത്രുശല്യം എന്നിവയും ഇവരെ ഈ സമയത്ത് അലട്ടാം. എന്നാൽ ജനുവരി അവസാന വാരത്തോടുകൂടി ബുധൻ ഈ കൂറുകാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകുന്ന 4-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. അത് കുടുംബത്തിൽ ക്ഷേമം, ഐക്യം, സ്നേഹം, ശാരീരിക മാനസികമായ സൗഖ്യങ്ങൾ എന്നിവയെ എല്ലാം നൽകും. വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അഷ്ടമവ്യാഴം പ്രധാനമായും ശാരീരിക വൈഷമ്യങ്ങൾ, രോഗം, അനാരോഗ്യം, അതുമൂലമുള്ള ചിലവുകൾ, കർമ്മവിഘ്നം, മാനസികമായ പ്രതിസന്ധികൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കും. എന്നാൽ നിലവിൽ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് വ്യാഴ ദുരിതങ്ങളിൽ ഏറെ കുറവുകൾ അനുഭവപ്പെടുന്നതാണ്. തുലാക്കൂറുകാരുടെ 5-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശനി ഇവരുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ച് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ നൽകും. സന്താനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിദ്യാതടസ്സം, അനാരോഗ്യം എന്നിവ 5ലെ ശനി പൊതുവെ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ കുടുംബദേവതകൾ, പിതൃക്കൾ എന്നിവരെ സ്മരിക്കുകയും പ്രീതിപ്പെടുത്തുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് ശനി ഈ സർവ്വദോഷങ്ങളെയും അകറ്റി ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു. രാഹുകേതുക്കൾ യഥാക്രമം ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിലും 12ലുമായി സഞ്ചരിക്കുന്നു. 6ിലൂടെ സഞ്ചരിക്കുന്ന രാഹു ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ, അതായത് രോഗശാന്തി, ശത്രുനാശം, ആത്മവിശ്വാസം, കാര്യവിജയം എന്നിവയെ നൽകും. എന്നാൽ 12ലെ കേതു ധനച്ചെലവുകളെ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ തുലാക്കൂറുകാരുടെ ഫലസംഗ്രഹത്തിലേക്ക് വരാം. രാശ്യാധിപനായ ശുക്രൻ ഈ കൂറുകാർക്ക് വളരെയേറെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു. ശനിയും ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നു. എന്നാൽ ബുധൻ പ്രതികൂലനായി നിൽക്കുകയും ചെയ്യുന്നു. സൂര്യൻ, ചൊവ്വ എന്നിവർ മാസത്തിൻ്റെ ആദ്യ പകുതി വളരെയധികം അനുകൂലരായി ഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ജനുവരി മാസം 20-ാം തീയതി വരെയും ഏറെ നല്ല സമയം ആകുന്നു. ആദ്യ പകുതിയെ അപേക്ഷിച്ച് 2-ാം പകുതി ചില വെല്ലുവിളികളും പ്രയാസങ്ങളും നേരിടേണ്ടി വരികയും ചെയ്തേക്കാം. 8ാമതായി വൃശ്ചികക്കൂർ. വിശാഖം, കാൽ, അനീഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 2, 3 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 2 എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആകുമ്പോൾ 3 എന്നത് ഇഷ്ടഭാവം ആകുന്നു. 2-ാം ഭാവം എന്നത് ധനസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ ധനത്തിന് നാശം, നഷ്ടം എന്നിവയെ വരുത്തുന്നു. 2ൽ സഞ്ചരിക്കുന്ന സൂര്യൻ ധനത്തിന് ക്ഷയം, നാശം, സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനനഷ്ടം എന്നിവയ്ക്കെല്ലാം കാരണമാകാവുന്നതാണ്. എന്നാൽ തുടർന്ന് ഇഷ്ടഭാവമായ 3ൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഊർജം, വീര്യം, ആത്മവിശ്വാസം, ധനപുഷ്ടി, ആരോഗ്യം, ധനാഗമം, ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം, ശാരീരികവും മാനസികവുമായ സൗഖ്യം എന്നിവയെ എല്ലാം നൽകുന്നതാണ്. വൃശ്ചികക്കൂറുകാരുടെ രാശ്യാധിപനായ ചൊവ്വ 9, 8 എന്നീ ഭാവങ്ങളിൽ കൂടി ഈ മാസം സഞ്ചരിക്കും. ഈ 2 ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ ചൊവ്വ ഈ കൂറുകാർക്ക് പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ ഈ മാസം നൽകുന്നതാണ്. 9-ാം ഭാവം എന്നാൽ ഭാഗ്യഭാവം. ചൊവ്വ ഈ ഭാഗ്യഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് മറവ്, ഈശ്വരകടാക്ഷത്തിന് മങ്ങൽ, തൽഫലമായി കർമ്മവിഘ്നം, കാലതാമസം, പരാജയം എന്നിവ സൃഷ്ടിക്കാം. തുടർന്ന് ജനുവരി 21-ാം തീയതി മുതൽ ചൊവ്വ 8-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നതും പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. അനാരോഗ്യം, രോഗാരിഷ്ടതകൾ, ശാരീരികവും മാനസികവുമായ സംഘർഷങ്ങൾ, ശാരീരിക ക്ലേശങ്ങൾ എന്നിവയെല്ലാം 8ലെ ചൊവ്വ സൃഷ്ടിക്കാവുന്നതാണ്.
ബുധൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം അധികവും സഞ്ചരിക്കുക. 28-ാം തീയതി മുതൽ 3-ലേക്ക് ബുധൻ പ്രവേശിക്കുകയും ചെയ്യും. 2-ൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു. മനസ്സുഖം, സമാധാനം, ധനാഗമം, സാമ്പത്തികമായ പുരോഗതി എന്നിവയെ എല്ലാം 2-ലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ നൽകുന്നതാണ്. കൂടാതെ വാക്സ്ഥാനമായ 2-ാം ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് വാക്വൈഭവം, വാക്ചാരുത, നല്ല ആശയവിനിമയം എന്നിവയെയും നൽകും. സർവീശ്വരകാരകനായ വ്യാഴം ഇവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന 7-ാം ഭാവത്തിലാണ് നിലവിൽ സഞ്ചരിക്കുന്നത്. 7-ാം ഭാവം എന്നത് കളത്രഭാവമെന്ന് അറിയപ്പെടുന്നു. പ്രണയം, വിവാഹം, ദാമ്പത്യബന്ധം എന്നിവയെ എല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെ. ദമ്പതികൾ തമ്മിൽ പരസ്പര ഐക്യം, സ്നേഹം, ധാരണ എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. സർവകാര്യ വിജയം, ധനലാഭം, അഭീഷ്ടസിദ്ധി, സാമ്പത്തികമായ അഭിവൃദ്ധി, ധനാഗമം എന്നിവയും വ്യാഴം നൽകുന്നു. 7-ാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ് മേഖലയിലും ഇവർക്ക് ഏറെ പുരോഗതിയും ക്ഷേമവും ഉണ്ടാകുന്നതാണ്. ശുക്രൻ ഈ കൂറുകാരുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയും കുറിക്കുന്ന 4-ാം ഭാവത്തിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. 4 എന്നത് ശുക്രൻ്റെ ഇഷ്ടഭാവം ആകയാൽ ഈ കൂറുകാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളെ ഈ മാസം ശുക്രൻ നൽകുന്നതാണ്. ശുക്രൻ 4-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം, കുടുംബത്തിൽ ക്ഷേമം, ഐക്യം, സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടും. കൂടാതെ 4-ാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടതിനാൽ വാഹനം വാങ്ങുവാനോ വിൽക്കുവാനോ ഉള്ള സാധ്യതയും ഈ സമയത്ത് വന്നു ചേരാവുന്നതാണ്. ഈ കൂറുകാർക്ക് ശനി പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്ന 4-ാം ഭാവത്തിലാണ് എന്നതും കണ്ടകശനിക്കാലമാണ് എന്നതും ഓർക്കുക. അതുകൊണ്ട് തന്നെ ശനീശ്വര പ്രീതി, ശാസ്താപ്രീതി എന്നിവ ഈ കൂറുകാർ മുടങ്ങാതെ നടത്തേണ്ടതാകുന്നു. രാഹു ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് മനോവൈഷമ്യങ്ങൾ, സന്തതികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാക്കാം. എന്നാൽ കേതു ഈ കൂറുകാരുടെ സർവാഭീഷ്ടസ്ഥാനമായ 11-ൽ സഞ്ചരിക്കുന്നത് സർവകാര്യ വിജയം, അഭീഷ്ടസിദ്ധി, ധനാഗമം എന്നിവയെയും നൽകുന്നു. അതുകൊണ്ട് തന്നെ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവിൻ്റെ ദോഷങ്ങളെ സർവാഭീഷ്ടസ്ഥാനത്ത് ഇഷ്ടനായി നിലകൊള്ളുന്ന കേതു നിർവീര്യം ആക്കുന്നു. അപ്പോൾ വൃശ്ചികക്കൂറുകാരുടെ ഫലസംഗ്രഹത്തിലേക്ക് പ്രവേശിക്കാം. ബുധൻ, വ്യാഴം, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ഈ കൂറുകാർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു. രാശ്യാധിപനായ ചൊവ്വ ഈ മാസം മുഴുവനും ഇവർക്ക് അനിഷ്ടമായ ഫലങ്ങളെ നൽകുന്നു. അതുകൊണ്ട് ഇവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. കൂടാതെ അധിഷ്ഠാന ദേവതയായ ദുർഗാദേവിയെ നന്നായി ധ്യാനിക്കുക. ക്ഷേത്രദർശനം നടത്തുക. ചൊവ്വ നൽകുന്ന ദോഷങ്ങളെ ദൂരീകരിക്കുവാൻ ലളിതാ സഹസ്രനാമ പാരായണം ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ നടത്തുക. അപ്പോൾ ഈ കൂറുകാർക്ക് ജനുവരി മാസം ഏറെ സംതൃപ്തികരമായ ഒരു മാസമായി ഭവിക്കുന്നു. 9-ാമതായി ധനുക്കൂർ. മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 1, 2 എന്നീ ഭാവങ്ങളിൽ കൂടിയാണ് ഈ മാസം സഞ്ചരിക്കുക. സൂര്യന് ഈ 2 ഭാവങ്ങളും അനിഷ്ടമാകുന്നു എന്നതിനാൽ സൂര്യൻ ഈ മാസം ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകില്ല. ജന്മത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ പ്രധാനമായും ശരീരത്തിനാണ് വൈഷമ്യങ്ങൾ നൽകുക. അതായത് അനാരോഗ്യം, ശാരീരികമായ അസ്വസ്ഥതകൾ, രോഗങ്ങൾ, അലച്ചിലുകൾ, കഠിനമായ പരിശ്രമം, അതുമൂലമുള്ള ക്ഷീണം എന്നിവയെല്ലാം സൂര്യൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ദോഷഫലങ്ങളാണ്. തുടർന്ന് ധനസ്ഥാനമായ 2-ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ധനത്തിന് നാശനഷ്ടങ്ങളെ വരുത്താം. സാമ്പത്തികമായ പ്രതിസന്ധികൾ, പാഴ്ചിലവുകൾ, അലച്ചിലുകൾ എന്നിവയും 2-ൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ സൃഷ്ടിക്കാവുന്നതാണ്. ധനുക്കൂറുകാരുടെ രാശ്യാധിപനായ ഗുരു നിലവിൽ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്ന 6-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 6-ാം ഭാവം എന്നത് കടം, ശത്രുക്കൾ, രോഗം, അരിഷ്ടതകൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു. വ്യാഴം ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളെ ഉണ്ടാക്കാം. വ്യക്തിജീവിതത്തിലും കർമ്മരംഗത്തും ശത്രുക്കൾ മനസ്സമാധാനം കെടുത്താം. എന്നാൽ നിലവിൽ വക്രഗതിയിൽ വ്യാഴം സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് വ്യാഴം നൽകുന്ന ദുരിതങ്ങളിൽ ഏറെ കുറവും ആശ്വാസവും ഉണ്ടാകുന്നതാണ്. ചൊവ്വ ഈ കൂറുകാരുടെ 8, 7 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും ചൊവ്വയുടെ പ്രതികൂല ഭാവങ്ങൾ ആകുന്നു. 8-ൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ രോഗം, അപകടം, മനോദുരിതങ്ങൾ, പലവിധത്തിലുള്ള വിഘ്നങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ആരോഗ്യപരമായി നല്ല കരുതൽ പുലർത്തണം. നിലവിൽ നീചരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ചൊവ്വ ദോഷങ്ങൾ കാര്യമായി ഈ കൂറുകാർക്ക് നൽകില്ല. എന്നാൽ ജനുവരി 21-ാം തീയതി മുതൽ ചൊവ്വ 7-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ ഇവർക്ക് നൽകാം. 7-ൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ പ്രണയ ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലുകൾ, കലഹങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. കൂടാതെ രോഗാരിഷ്ടതകൾ, ഉദരവ്യാധികൾ എന്നിവയെയും ചൊവ്വ സൃഷ്ടിക്കാവുന്നതാണ്.
ബുധൻ ഈ കൂറുകാരുടെ ജന്മത്തിലാണ് ഈ മാസം അധികവും സഞ്ചരിക്കുക. ജന്മത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക. ബന്ധുമിത്രാദികളുമായ അഭിപ്രായ ഭിന്നതകൾ, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ, ധനനഷ്ടം എന്നിവയെ എല്ലാം ബുധൻ നൽകാം. എന്നാൽ ബുധൻ ജനുവരി 24-ാം തീയതി മുതൽ ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് സാമ്പത്തികപരമായ ഉന്നതി, ധനാഗമം, ശാരീരിക മാനസിക സൗഖ്യം എന്നിവയെ എല്ലാം നൽകുകയും ചെയ്യും. ശുക്രൻ ഈ കൂറുകാരുടെ 3-ാം ഭാവത്തിലാണ് ഈ മാസം 27-ാം തീയതി വരെയും സഞ്ചരിക്കുക. സഹോദരഭാവം, പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ അനുകൂലമായ ഫലങ്ങളെ നൽകും. സഹോദര ഗുണം, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം, സമൂഹത്തിൽ നല്ല പേര്, ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരുന്നതാണ്. കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം, ശൗര്യം എന്നിവയെയും നൽകും. അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ഇവർക്ക് വന്നു ചേരുന്നതാണ്. ശനി നിലവിൽ തൻ്റെ ഇഷ്ടസ്ഥാനമായ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. തൽഫലമായി ഇവർക്ക് സർവകാര്യ വിജയം, ശത്രുനാശം, ആത്മവിശ്വാസം, ഊർജം എന്നിവയെല്ലാം ശനി നൽകുന്നു. രാഹു ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിലും കേതു കർമ്മഭാവമായ 10-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. ഈ 2 ഭാവങ്ങളും രാഹുകേതുക്കളുടെ അനിഷ്ടഭാവങ്ങൾ ആകുന്നു. എന്നാൽ ശനി പ്രബലനായി 3-ൽ നിൽക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് രാഹുകേതുക്കൾ കാര്യമായ ദോഷം ചെയ്യില്ല. അപ്പോൾ ധനുക്കൂറുകാരുടെ ഫലസംഗ്രഹത്തിലേക്ക് കടക്കാം. ധനുക്കൂറുകാർക്ക് ശുക്രനും ശനിയും ഗുണഫലങ്ങളെ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു. എന്നാൽ സൂര്യൻ, ചൊവ്വ, ബുധൻ എന്നിവർ അനിഷ്ടഭാവങ്ങളിൽ നിന്നുകൊണ്ട് ദോഷഫലങ്ങളെയും നൽകുന്നു. രാശ്യാധിപനായ വ്യാഴം അനിഷ്ടനാണ് എങ്കിലും വക്രഗതി കാരണം കാര്യമായ ദോഷം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ധനുക്കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നിറഞ്ഞ ഒരു മാസമാകുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. 10-ാമതായി മകരക്കൂർ. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 12, 1 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും സൂര്യന് അനിഷ്ടഭാവങ്ങളാകയാൽ പൊതുവെ സൂര്യൻ ഈ കൂറുകാർക്ക് ദോഷപ്രദനായി ഭവിക്കും. സൂര്യൻ അനിഷ്ടഭാവമായ 12-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായ ചെലവുകൾ, ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനാവാത്ത ദൂരയാത്രകൾ, അലച്ചിൽ, അതുമൂലമുള്ള ധനനഷ്ടം എന്നിവയ്ക്ക് കാരണമാകാം. തുടർന്ന് ജനുവരി 14-ാം തീയതി മുതൽ സൂര്യൻ ജന്മത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ, അനാരോഗ്യം, രോഗദുരിതങ്ങൾ, അമിതമായ അധ്വാനം, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയ്ക്കും വഴിവെക്കാം. ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശനി ഇപ്പോൾ ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് 7 ശനിദോഷത്തെ നൽകുന്നു. 2-ൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് ധനപരമായ പ്രതിസന്ധികൾ, ക്ലേശങ്ങൾ, ധനനഷ്ടം, പാഴ്ചെലവുകൾ എന്നിവയിലേക്ക് നയിക്കാം. ചൊവ്വ ഈ കൂറുകാരുടെ 7-ലും 6-ലുമായി ഈ മാസം സഞ്ചരിക്കുന്നു. നിലവിൽ ഈ കൂറുകാരുടെ 7-ാം ഭാവത്തിൽ കൂടിയാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. അത് പ്രണയം, ദാമ്പത്യം, വിവാഹം തുടങ്ങിയ മേഖലകളിൽ ചില ദോഷകരമായ ഫലങ്ങളെ നൽകാം. എന്നാൽ ചൊവ്വ തുടർന്ന് 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സകല ദുരിതങ്ങൾക്കും പ്രതിസന്ധികൾക്കും അറുതി വരുത്തുന്നു. ശത്രുക്കൾ പോലും ഈ സമയത്ത് നിഷ്പ്രഭർ ആകും. നല്ല ആത്മവിശ്വാസം, ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ആത്മബലം, ഊർജം, പോരാട്ടവീര്യം എന്നിവ ഈ രാശിജാതർക്ക് ചൊവ്വ നൽകുന്നതാണ്. ബുധൻ ഈ കൂറുകാരുടെ 12, 1 എന്നീ ഭാവങ്ങളിലൂടെയാണ് ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും ബുധൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകുന്നു. 12-ൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. പ്രധാനമായും അപ്രതീക്ഷിതമായ ചിലവുകൾ ഉണ്ടാക്കാം. അനാരോഗ്യം, മാനസികമായും ശാരീരികമായുമുള്ള വൈഷമ്യങ്ങൾ, രോഗങ്ങൾ എന്നിവയ്ക്ക് ഏറെ സാധ്യത ഉണ്ടാകും. ജന്മത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക. ബന്ധുമിത്രാദികളുമായ അഭിപ്രായ ഭിന്നതകൾ, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ, ധനനഷ്ടം എന്നിവയെല്ലാം ബുധൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്നതാണ്. മകരക്കൂറുകാരുടെ 5-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം ഈ കൂറുകാർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങളെ നൽകുന്നു. 5-ാം ഭാവം എന്നത് പൂർവ്വപുണ്യം, സന്താനം, ബുദ്ധി, പഠനം എന്നിവയെ എല്ലാം കുറിക്കുന്നു എന്നതിനാൽ 5-ൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് പുത്രസുഖം, സന്താനങ്ങൾക്ക് ക്ഷേമം, ഐശ്വര്യം, കാര്യവിജയം, ഗൃഹലാഭം എന്നിവയെ എല്ലാം നൽകുന്നു. ശുക്രൻ ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിൽ കൂടിയായിരിക്കും ഈ മാസം ഭൂരിഭാഗവും സഞ്ചരിക്കുക. ധനഭാവം എന്ന് അറിയപ്പെടുന്ന 2-ാം ഭാവത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ധനപരമായ ഉന്നതി, ധനാഗമം, അംഗീകാരം, ബഹുമതി എന്നിവയെ എല്ലാം നൽകും. കൂടാതെ 2-ാം ഭാവം എന്നത് വാക്സ്ഥാനത്തെയും കുറിക്കുന്നു എന്നതിനാൽ 2-ാം ഭാവത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ വാഗ്വിലാസം, വാക്ചാരുത, മൃദുഭാഷണം എന്നിവ കൈവരുന്നു. അതുകൊണ്ട് തന്നെ സാഹിത്യകാരന്മാർ, അഭിഭാഷകർ, അധ്യാപകർ എന്നിവർക്ക് വളരെ അനുകൂലമായ സമയമാകും ഇത്. തന്മൂലം സമൂഹത്തിൽ അംഗീകാരം, സൽപ്പേര്, ബഹുമതി, ആദരവ് എന്നിവയും വന്നു ചേരാവുന്നതാണ്. ഈ കൂറുകാരുടെ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു ഇവർക്ക് ആരോഗ്യം,
ആത്മധൈര്യം, ആത്മവിശ്വാസം, ധനലാഭം, ശത്രുനാശം എന്നിവയെ എല്ലാം നൽകും. അതുകൊണ്ട് തന്നെ 9-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കേതു നൽകുന്ന ദോഷങ്ങൾ ഇവരെ കാര്യമായി അലട്ടില്ല. അപ്പോൾ മകരക്കൂറുകാരുടെ ഫലസംഗ്രഹത്തിലേക്ക് കടക്കാം. ഈ കൂറുകാർക്ക് വ്യാഴം, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ പൂർണ്ണമായും, ചൊവ്വ ഭാഗികമായും ശുഭകരമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു. എന്നാൽ സൂര്യൻ, ബുധൻ, ശനി എന്നിവർ പ്രതികൂലമായും ഭവിക്കുന്നു. ഗ്രഹങ്ങൾ ഇഷ്ടരായും അനിഷ്ടരായും സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ മാസം മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ്. ചെലവുകളുടെ ഭാവമായ 12-ൽ സൂര്യൻ, ബുധൻ എന്നിവർ പ്രതികൂലരായി നിൽക്കുന്നതിനാൽ ചെലവുകൾ അപ്രതീക്ഷിതമായി വരാനുള്ള സാധ്യത ഉണ്ട്. അതിനാൽ ധനവിനിയോഗത്തിൽ നല്ല സൂക്ഷ്മത പാലിക്കുക. 11-ാമതായി കുംഭക്കൂർ. അവിട്ടം 2-ാം പകുതി, ചതയം, പൂരോരുട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. കുംഭക്കൂറുകാരുടെ 11, 12 എന്നീ ഭാവങ്ങളിലൂടെയാകും സൂര്യൻ ഈ മാസം സഞ്ചരിക്കുക. വരവിൻ്റെ ഭാവം, സർവാഭീഷ്ടസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന 11-ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങളെ നൽകും. ധനപരമായ ഉയർച്ച, അപ്രതീക്ഷിതമായ ധനാഗമം, സർവകാര്യ വിജയം, സർവാഭീഷ്ടസിദ്ധി എന്നിവയെ എല്ലാം സൂര്യൻ നൽകുന്നതാണ്. എന്നാൽ 14-ാം തീയതി മുതൽ ചെലവിൻ്റെ ഭാവമായ 12-ൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ലക്ഷ്യം കൈവരിക്കാനാകാത്ത ദൂരയാത്രകൾ, അലച്ചിൽ, തടസ്സങ്ങൾ, കാര്യപരാജയം, ധനനാശം, മനോദുരിതങ്ങൾ എന്നിവയും അനുഭവത്തിൽ വന്നു ചേരാവുന്ന ദോഷഫലങ്ങൾ ആണ്. ഈ കൂറുകാരുടെ രാശിയാധിപനായ ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഇത്. അതായത് 7ര ശനി. ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശനി എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായ ക്ലേശങ്ങൾ, ശാരീരികമായ ക്ലേശങ്ങൾ, അകാരണമായ ഭയം, പ്രതിസന്ധികൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. കുജൻ ഈ കൂറുകാരുടെ 6-ലും 5-ലുമായി ഈ മാസം സഞ്ചരിക്കുന്നതാണ്. ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്നത് സകല ദുരിതങ്ങൾക്കും പ്രതിസന്ധികൾക്കും അറുതി വരുത്തുന്നു. ശത്രുക്കൾ പോലും ഈ സമയത്ത് നിഷ്പ്രഭർ ആകുന്നു. നല്ല ആത്മവിശ്വാസം, ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ തരണം ചെയ്യുവാനുള്ള ആത്മബലം, ഊർജം, പോരാട്ടവീര്യം എന്നിവ ഈ രാശിജാതർക്ക് നൽകുന്നു. വിദ്യാർത്ഥികൾക്കും ഈ സമയം മത്സരവീര്യം ഉയർന്ന് കാണപ്പെടും. തൽഫലമായി പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുന്നു. എന്നാൽ ജനുവരി 21-ാം തീയതി മുതൽ ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിൽ പ്രവേശിക്കുന്ന ചൊവ്വ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. 5-ൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ നൽകാം. ബുധൻ ഈ കൂറുകാരുടെ 11-ൽ കൂടിയാകും ഈ മാസം അധികവും സഞ്ചരിക്കുക. തൽഫലമായി സർവകാര്യ വിജയം, അഭീഷ്ടസിദ്ധി, മുടങ്ങിക്കിടന്ന സംരംഭങ്ങൾക്കും ആശയങ്ങൾക്കും പുത്തൻ ഉണർവ്, ഓജസ് എന്നിവ കൈവരിക്കും. ഇവർ തുടങ്ങിവെക്കുന്ന ഏത് പ്രവൃത്തികളും ലക്ഷ്യം കാണും. കൂടാതെ ഭാഗ്യവർദ്ധനവ്, ഈശ്വരകടാക്ഷം, ഗുരുത്വം എന്നിവയും ബുധൻ 11-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരും. വിദ്യാകാരകനായ ബുധൻ അനുകൂലനാകുമ്പോൾ വിദ്യ, പഠനം, മത്സരപരീക്ഷകളിൽ മികവ്, ഏകാഗ്രത എന്നിവയും ഉണ്ടാകും. വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 4-ാം ഭാവം എന്നത് മാതാവ്, കുടുംബം എന്നിവയെ സൂചിപ്പിക്കുന്നു. വ്യാഴം 4-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ചില സ്വാരസ്യങ്ങൾ, രോഗം, ദുരിതങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ നിലവിൽ വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് വ്യാഴദോഷങ്ങളിൽ ഏറെ കുറവ് അനുഭവപ്പെടുകയും ചെയ്യും. ശുക്രൻ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടി അഥവാ 1-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം 27-ാം തീയതി വരെയും സഞ്ചരിക്കുക. ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ നൽകും. ശാരീരികമായ സൗഖ്യം, മാനസികമായ സൗഖ്യം, ലൗകികമായ സുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും. തടസ്സങ്ങൾ, പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കും. ധനപരമായ ഉന്നതി ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങും. കാര്യപുഷ്ടി അനുഭവപ്പെടും. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും തുറന്നു കിട്ടും. വസ്ത്രലാഭം, വസ്തുലാഭം, വാഹനലാഭം, ഭൂമിലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം. രാഹുകേതുക്കൾ ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിലും 8-ലുമായി സഞ്ചരിക്കയാൽ ദോഷപ്രദരായി ഭവിക്കുന്നു. ധനപരമായും ആരോഗ്യപരമായും ഒരു ശ്രദ്ധയും കരുതലും പുലർത്തണമെന്നാണ് അനിഷ്ടരായ രാഹുകേതുക്കൾ ഈ കൂറുകാരെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കുംഭക്കൂറുകാരുടെ ഫലസംഗ്രഹത്തിലേക്ക് കടക്കാം. ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ പൂർണ്ണമായും ഗുണാനുഭവങ്ങളെ ഈ കൂറുകാർക്ക് ഈ മാസം നൽകും. സൂര്യൻ, ചൊവ്വ എന്നിവർ ഈ കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി വളരെയേറെ ശോഭനമായ ഫലങ്ങളെയും നൽകും. വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ദോഷങ്ങളെ നൽകില്ല. ആയതിനാൽ ഈ കൂറുകാർക്ക് ജനുവരി മാസം ഗുണാനുഭവങ്ങൾ ഏറിയ ഒരു മാസമാകുമെന്ന് തെളിയുന്നു. അവസാനമായി മീനക്കൂർ. പൂരോരുട്ടാതി കാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 10, 11 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും സൂര്യൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും ശുഭകരനായി ഭവിക്കുന്നു. കർമ്മഭാവമായ 10-ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ കർമ്മരംഗം, ഔദ്യോഗിക രംഗം എന്നീ മേഖലകളിൽ ഏറ്റവും നേട്ടങ്ങൾ, പുരോഗതി, അംഗീകാരം എന്നിവയെ നൽകും. 11-ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങളെ നൽകും. ധനപരമായ ഉയർച്ച, അപ്രതീക്ഷിതമായ
ധനാഗമം, സർവ്വകാര്യവിജയം, സർവാഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം അനുഭവത്തിൽ വരും. മാത്രമല്ല സൂര്യൻ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ രോഗശമനം, രോഗപ്രതിരോധശേഷി, ആരോഗ്യം, ഐശ്വര്യം എന്നിവയും അനുഭവത്തിൽ വരും. മീനക്കൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ 3-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അത് നിലവിൽ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകും. കാലതാമസം, കർമ്മവിഘ്നം, പരാജയം, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ, ശത്രുശല്യം, കലഹം എന്നിവയെല്ലാം വ്യാഴം ഉണ്ടാക്കാം. എന്നാൽ നിലവിൽ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നത് ഈ കൂറുകാർക്ക് വ്യാഴദോഷങ്ങളിൽ വളരെയധികം അറുതി നൽകുന്നതാണ്. ചൊവ്വ ഈ കൂറുകാരുടെ 5, 4 എന്നീ ഭാവങ്ങളിൽ ഈ മാസം സഞ്ചരിക്കും. 5-ൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ വൈഷമ്യങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ, ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. കൂടാതെ സന്താനങ്ങൾക്ക് വിദ്യാതടസ്സം, പഠനത്തിൽ ഏകാഗ്രതയില്ലായ്മ, അലസത എന്നിവയും സൃഷ്ടിക്കാം. എന്നാൽ നിലവിൽ തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ ചൊവ്വ വക്രഗതി പ്രാപിച്ചിരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ചൊവ്വ കാര്യമായി ദോഷങ്ങളെ നൽകില്ല. എന്നാൽ ജനുവരി 21-ാം തീയതി മുതൽ ചൊവ്വ ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. കുടുംബത്തെ കുറിക്കുന്ന 4-ാം ഭാവത്തിൽ ചൊവ്വ പ്രവേശിക്കുമ്പോൾ അത് കുടുംബാംഗങ്ങൾക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ, അഭിപ്രായ ഭിന്നതകൾ, കുടുംബത്തിലൊരു സുഖക്കുറവ്, അസ്വാരസ്യങ്ങൾ എന്നിവയിലേക്ക് നയിക്കാം. ഈ കൂറുകാരുടെ 10-ാം ഭാവത്തിലാണ് ഈ മാസം ആദ്യ 3 വാരങ്ങളിൽ ബുധൻ സഞ്ചരിക്കുക. 10-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ബുധൻ വളരെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക. 10-ാം ഭാവം എന്നത് കർമ്മഭാവം, ഔദ്യോഗിക രംഗം എന്നിവയെ കുറിക്കുന്ന ഭാവമാകയാൽ ഈ കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്ത് ഏറെ പുരോഗതി, അഭിവൃദ്ധി, മേലധികാരികളുടെ പ്രശംസ, അംഗീകാരം, സഹപ്രവർത്തകരുമായി കൂട്ടായുള്ള പ്രവർത്തനം, പൊതുവെ മനസ്സുഖം എന്നിവയെല്ലാം ഉണ്ടാകും. ഇത് ഉദ്യോഗസ്ഥരുടെ കാര്യമെങ്കിൽ തൊഴിൽ തേടുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഏറെ നല്ല മാസമാണ് ഇത്. തുടർന്ന് അവസാന വാരം ബുധൻ 11-ലേക്ക് സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് സർവ്വകാര്യ വിജയത്തെയും സാമ്പത്തികമായ അഭിവൃദ്ധികളെയും നൽകുന്നു. ശുക്രൻ ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക. 12-ാം ഭാവം അറിയപ്പെടുന്നത് ചെലവുകളുടെ ഭാവം, ധനനഷ്ടങ്ങളുടെ ഭാവം എന്നെല്ലാമാണ്. എന്നാൽ ശുക്രൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചെലവുകൾ നന്നേ കുറയുകയാണ് ചെയ്യുക. കൂടാതെ ധനാഗമം, വിദേശത്ത് ജോലി, വിദേശത്തു നിന്നുള്ള വരുമാനം, കാര്യജയം എന്നിവയെയും ശുക്രൻ നൽകും. 12-ൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ചിലവുകളെ ഉണ്ടാക്കും എങ്കിലും അത് വാഹനം, ഉപരിപഠനം, വസ്തുവകകൾ, ഭൂമി, ആഭരണം, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ശുഭകരമായ ചിലവുകൾക്ക് വേണ്ടിയായിരിക്കും ധനം ചിലവഴിക്കുക. ശനി ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കിയാൽ 7 ശനിയുടെ 1-ാം ഘട്ടത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അത് ഈ കൂറുകാർക്ക് ദോഷങ്ങളെ, പ്രധാനമായും ചിലവുകൾ, അലച്ചിലുകൾ എന്നിവയെ സൃഷ്ടിക്കാം. രാഹുകേതുക്കളും ഈ കൂറുകാരുടെ ജന്മത്തിലും 7-ാം ഭാവത്തിലുമായി സഞ്ചരിക്കിയാൽ ദോഷകരവും പ്രതികൂലവുമായ ഫലങ്ങളെ നൽകുന്ന നിലയിലാണ് എന്ന് അറിയുക. അപ്പോൾ മീനക്കൂറുകാരുടെ ഫലസംഗ്രഹത്തിലേക്ക് പ്രവേശിക്കാം. സൂര്യൻ, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ പൂർണ്ണമായും ശുഭകരമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു. രാശ്യാധിപനായ വ്യാഴം നീചരാശിയിൽ വക്രഗതിയിൽ ആയതിനാൽ ദോഷരഹിതനും ആകുന്നു. എന്നാൽ ചൊവ്വയും ശനിയും പ്രതികൂലാവസ്ഥയിലും ആകുന്നു. എങ്കിലും പ്രബലരായ 3 ഗ്രഹങ്ങൾ അനുകൂല സ്ഥിതി പ്രാപിക്കുന്നതിൻ്റെ ഫലമായി മീനക്കൂറുകാർക്ക് ഈ മാസം ശോഭനമായ ഒരു മാസമായി ഭവിക്കുന്നതാണ്. അപ്പോൾ പുതുവർഷത്തെ ആദ്യ മാസമായ ജനുവരിയിൽ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി 12 രാശികളിൽ 2 രാശിക്കാർക്ക് വളരെ ഉത്തമമായി ജനുവരി മാസം ഭവിക്കുന്നു. മേടം, കന്നി എന്നിവയാണ് ആ 2 കൂറുകാർ. അടുത്തതായി ജനുവരി മാസം ശോഭനമായ മാസമായി മാറുന്നത് 5 രാശിക്കാർക്കാണ്. ഈ 5 രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾക്ക് ആധിക്യം ഉള്ളതിനാൽ ദോഷങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരില്ല. കർക്കിടകം, തുലാം, വൃശ്ചികം, കുംഭം, മീനം എന്നിവയാണ് ആ 5 രാശിക്കാർ. ഇനി പറയുന്ന 5 രാശിക്കാർക്ക് ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി മൂലം ഈ മാസം പൊതുവെ ദോഷം അധികരിച്ച് അനുഭവപ്പെടാം. ഇടവം, മിഥുനം, ചിങ്ങം, ധനു, മകരം എന്നിവരാണ് ആ 5 രാശിക്കാർ. ഓരോ വ്യക്തികളുടെയും ഗ്രഹനിലയിൽ നിൽക്കുന്ന നവഗ്രഹങ്ങളുടെ ക്ഷേത്രബലം, ഉച്ച നീചസ്ഥിതി എന്നിവയ്ക്കനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാവുന്നതാണ്. ദോഷം അധികരിച്ച് കാണുന്നുവെങ്കിൽ പരിഹാരമായി ഏത് ഗ്രഹമാണോ പിഴച്ചു നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ അധിഷ്ഠാന ദേവതകൾക്ക് വഴിപാടുകൾ കഴിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും പുതുവർഷാശംസകൾ നേരുന്നു. ഏവർക്കും ഈശ്വരകടാക്ഷം നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.